അങ്ങനെ ഇനിയാണ് ലാലേട്ടൻ്റെ വരവാണ് ഫ്രം ഗില്ലി യൂണിവേഴ്സിറ്റി. അതായത് ഗില്ലി സിനിമയുടെ റെഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ജിപ്സി ഉണ്ട്, അർജുന വലിയ പാട്ടുണ്ട്. ലാലേട്ടൻ്റെ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളിയിൽ ദ വേസ്റ്റ് ക്യാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക. കോമാളിത്തരം എന്ത് കമ്മിറ്റ്മെൻസിൻ്റെ പേരിലേക്കാണ് എനിക്ക് തോന്നുന്നത്. ഗൂഗിളും ഗോപാലിനായിട്ടുള്ള എന്തോ കമ്മിറ്റ്മെൻസിൻ്റെ പേരിലായിരിക്കും ഇതിൽ സൈൻ ചെയ്ത്. അല്ലാതെ വേറെ പണിയില്ല ലാലേട്ടന്. അത് പുള്ളിയുടെ കരിയർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒന്ന് അപ്പായി വരുന്ന സമയത്ത് ഇതുപോലത്തെ അയ്യോ എൻ്റെ പൊന്നോ. എന്താ ഗില്ലി ബാല, അദ്ദേഹത്തിൻ്റെ പേരാണ് ഗില്ലി ബാല. എന്നിട്ട് പറയാം ഞാൻ ഗില്ലി ബാലയാണ്, ദില്ലി ബാലയല്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയാം. എന്തൊരു വെറുപ്പിക്കലാണേ. ഗില്ലി ബാലയാണ്, ദില്ലി ബാലയല്ല. എന്നിട്ട് പിന്നെ മറ്റേ കൂതറ സോങ്ങും അഴിഞ്ഞാട്ടം. പിന്നെ ഇദ്ദേഹത്തെ കാണിക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റേ ഒരു രക്ഷാവ്, ദ റിയൽ ഒജി മോഹൻലാൽ, തലമുറകളുടെ നായകൻ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ ദിലീപേട്ടൻ്റെ കഥാപാത്രത്തിന് മുണ്ട് കൊടുക്കാൻ അറിയില്ല. അപ്പോൾ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തണമല്ലോ, അത് സീനുമാണല്ലോ. അപ്പോൾ മുണ്ട് എങ്ങനെ എങ്ങനെയെന്ന് മുണ്ട് മടക്കി കുത്തി കാണിച്ചു കൊടുക്കുക. അപ്പോൾ സീനായല്ലോ. അയ്യോ, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്ക് വേണ്ടി ഒരു ഇതിങ്ങനെ യാതൊരു ഇമോഷനില്ലെന്നേ. എന്നാൽ പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക. അടുത്തായി ലാലേട്ടൻ മുണ്ട് മടക്കുന്നു, അടുത്തായി ലാലേട്ടൻ ഡയലോഗ് പറയുന്നു, അടുത്തായി ലാലേട്ടൻ ഡാൻസ് കളിക്കുന്നു, അടുത്തായി ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു. ഓ എൻ്റെ പൊന്നോ. പിന്നെ അതിനായിട്ട് ഇച്ഛാക്ക എന്നൊക്കെ പറയുന്നില്ല നമുക്കുള്ള ഇച്ഛാക്ക റെഫറൻസ്. പിന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുക. ലാസ്റ്റ് ഒരു കാട്ടിലുള്ളൊരു സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, കാട്ടിൽ കാട്ടവരാതം ലാലേട്ടൻ്റെ കഥ. അയ്യോ, ഒട്ടിയിട്ടൊക്കെ വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്താ കാണിക്കുന്നത് കാട്ടിൽ വെച്ചിട്ട്. അപ്പുറ സൈഡിൽ പോട്ടെ, ദിലീപ് കാണിക്കുന്ന പോട്ടെ, പുള്ളിയുടെ സിനിമയാണെന്ന് വിചാരിക്കാം. ഇതിലിക്കാരി ലാലേട്ടൻ കോമാളിത്തരം കാണിച്ചെന്തിനാണ്? അയ്യോ, കോസ്റ്റ്യൂംസും വിഗെല്ലാം കാണാം. ചപ്ര വിഗെല്ലാം വെച്ചിട്ട് കുറേ താടിയും കളഞ്ഞ് മീശയും വെച്ച് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ. പിന്നെ ഈ സോങ്ങിൽ തന്നെ ഒന്നാമല്ലേ ഇപ്പോഴും എല്ലാ സോങ്സായിട്ടും സിംഗ വന്ന ഒരു സ്റ്റെപ്പാണ് ലാലേട്ടൻ ചെയ്ത്. അത് വീണ്ടും ഇതിൽ കളിപ്പിക്കുക. ഇതെന്തിന് ഇദ്ദേഹത്തെ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ അവസാനം വൈൽഡ് ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത്. എന്ത് വൈൽഡ് ഫയർ? കാട്ടുതീയാണ് പോലും, കാട്ടുതീ. ഇങ്ങനെയുള്ള സിനിമ. പിന്നെ നരസിംഹത്തിലെ ഐക്കോണിക് ഉണ്ടല്ലോ, ലാലേട്ടൻ ക്യാമറേൻ്റെ അകത്തേക്ക് കാലിട്ട് തിരിക്കണത് മറ്റേ മാർക്കറ്റിലെ ഫൈറ്റിൽ, അതൊക്കെ അതുപോലെ എടുത്ത് വെച്ചേക്കുന്നു. ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എൻ്റെ പൊന്നെ. ഇതിങ്ങനെ പക്ഷേ ഭയങ്കര ഫാസ്റ്റാണ്. ഇതിങ്ങനെ എന്ന് പറഞ്ഞ് പോവാ, എന്തൊക്കെയോ കാണിക്കുക. അതായത് ഇങ്ങനെ ലൈസൻസ് ആയല്ലോ, ഇത് മാഡ്നസ് ആണ് പറഞ്ഞാൽ പ്രാന്താണല്ലോ. അപ്പോൾ പ്രാന്തന്മാർക്ക് എന്തും കാണിക്കാമല്ലോ. ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ പ്രൊഡ്യൂസറോടെ ആയിട്ടുള്ള ഗോകുലം ഗോപാലേട്ടൻ്റെ ഡാൻസ്, മറ്റേ കൂതറ സോങ്ങില്ലേ അഴിഞ്ഞാട്ടം, അതിൽ പുള്ളിയുടെ ഡാൻസ് അയ്യോ എന്തൊക്കെ കാരണം. പുള്ളി പ്രൊഡ്യൂസറാണല്ലോ, അപ്പോൾ പുള്ളിക്ക് ഏത് റോള് വേണം എടുത്ത് ചെയ്യാം, ഡാൻസോ പിന്നെ ഫൈറ്റോ എന്ത് വേണം ചെയ്യാലോ. അപ്പോൾ അതൊരു 1.5 റേറ്റായിരുന്നു. ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചതേ നമ്മുടെ താടി പഠിച്ചാണെന്ന് വിചാരിച്ചു.